അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹ്, കുഞ്ഞാമീൻ്റെ പ്രസംഗം കേട്ടു. ഇന്ന് പിന്നെ കുറച്ച് ദൂരത്ത് എവിടെയെന്ന് തോന്നുന്നുണ്ട്, കർണാടകയിലെ ആ ഭാഗത്ത് എവിടെയെന്നാണ് തോന്നുന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ പ്രസംഗം കേട്ടപ്പോൾ ഈ കുട്ടിക്ക് ഒരു വിവരമില്ല കേട്ടോ, ഒരു വിവരം ഈ ചെങ്ങായിക്കില്ല. ഓൻ്റെ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവും. ഒരു നിലക്കുള്ള വിവരവും ഇവനിക്കില്ല. ഓൻ പറയുന്നൊന്ന് കേട്ടു നോക്കി. കിതാബ് രചിച്ചിട്ടുണ്ട്, ദർസ് നടത്തുന്നുണ്ട്, ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്, ഞാൻ ഇപ്പൊ വലിയ ശുജായിയാണ് എന്ന് പറഞ്ഞിട്ട് പഠിച്ച ഇൽമു കൊണ്ട് മതിയാക്കുക എന്നത് ഒരിക്കലും സാധ്യമല്ല. പൊന്നാരൻ്റെ കുഞ്ഞേമതേ, ഞാൻ കിതാബ് രചിച്ചിട്ടുണ്ട്, എനിക്ക് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്, ഞാനിപ്പോൾ വലിയ സുജായിയാണെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും പണ്ഡിതന്മാരെ തൊള്ളിയിൽ ഇങ്ങനെ തോന്നുന്നത് ഇങ്ങനെ പൊളിച്ച് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ മുന്നിൽ മൊയന്ത് പൊട്ടന്മാരാണ് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേൾക്കുന്നുണ്ട്, പുറത്തേക്ക് ലൈവ് കൊടുത്തുകൊണ്ടുള്ള പരിപാടിയല്ലേ, പുറം ലോകം കേൾക്കുന്നുണ്ട് എന്നൊന്ന് മനസ്സിലായിക്കൂടെ പൊന്നാരൻ്റെ കുഞ്ഞേമേനക്ക്? എന്താ പറയണത്? അങ്ങനെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ, ഏതെങ്കിലും ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള പണ്ഡിതന്മാർ ഇരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാച്ച്. ഞാൻ ഇപ്പോൾ ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഒരാളാണ്, ഒരുപാട് കിതാബ് രചിച്ചിട്ടുണ്ട്, ഇനി എനിക്കൊന്നും ചെയ്യേണ്ടതില്ല, ഞാൻ ഒതുങ്ങി കുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇരിക്കുന്നുണ്ടോ? തൊള്ളി തോന്നിയത് അങ്ങനെ വിളിച്ചു പറയുന്നേ. ആ ബാക്കി പറയട്ടോ. അവർ ചെയ്യേണ്ട പണി എന്താ? അല്ലാമ തീബിയ പറയുന്നത്, അമീനുൽ ഖുർദി തങ്ങൾ തൻവീറുൽ ഖുലൂബിൽ എടുത്തുദ്ധരിക്കുന്നത്, വ ഇന്നമൽ വാജിബു അലൈഹി, ഈ പറയപ്പെട്ട വിശേഷണങ്ങളൊക്കെ ഒത്തുചേർന്ന പണ്ഡിതനാണെങ്കിൽ പോലും വ ഇന്നമൽ വാജിബു അലൈഹി, അവന്റെ മേൽ നിർബന്ധമാണ്. ഇവങ്ങോട്ട് പറയുന്നത് കേട്ടാ കരുതും ഇതൊന്നും പണ്ഡിതന്മാര് കണ്ടിട്ടില്ല. അല്ലാമ തീബി പറയുന്നത്, അമീനുൽ ഖുർദി തങ്ങൾ എടുത്തു ധരിക്കുന്നത് തൻവീറുൽ ഖുലൂബിൽ, ഇതൊന്നും മഹാന്മാരായ പണ്ഡിതന്മാർ കണ്ടിട്ടില്ല. വഇന്നമൽ വാജിബു അലൈഹി, ഇങ്ങനെ ഈ സിഫത്തുകളൊക്കെ നിറഞ്ഞ പണ്ഡിതനാണെങ്കിൽ പോലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവങ്ങനെ ഈ ഇബാറത്തുകളും ഈ കിതാബുകളും 10,000 വട്ടം വായിച്ചു നോക്കിയിട്ട് കയറപ്പതിട്ട് വന്നിക്കണം കേട്ടോ. അല്ലാതെ അങ്ങനെയാണ് വായിച്ചാൽ കിട്ടുന്ന ഒരാളൊന്നുമല്ല, നമുക്കറിയാലോനെ. അപ്പോൾ എന്നിട്ട് ഇപ്പം ഇങ്ങനെ പറയാണ്, അല്ലാമ തീബിയ പറയുന്നത് അമീനുൽ ഖുർദി തങ്ങൾ എടുത്തുദ്ധരിക്കുന്നു തൻവീറുൽ ഖുലൂബിൽ വഇന്നമൽ വാജിബു അലൈഹി എന്നൊക്കെ പറഞ്ഞിട്ട് വഇന്നമൽ വാജിബു അലൈഹി, ഇങ്ങനൊക്കെ ഈ സിഫത്തുകളൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും പോലും എന്താണ് നിർബന്ധാണെന്നാ പറയുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി അൻവരി ഉസ്താദ് വിശദീകരിക്കും. അത് ശരിയാ. വഇന്നമൽ വാജിബു അലൈഹി എന്നുള്ളതൊക്കെ ഇനി എന്ത് ചെയ്യും? നമ്മൾ അൻവരി ഉസ്താദ് വിശദീകരിക്കുന്നു. അൻവരി ഉസ്താദിനെ മനസ്സിലായി നിങ്ങൾക്ക്? എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. പമ്പൈസ് മോലിയരേ, പമ്പൈസ്, നമ്മൾ പമ്പൈസ് അറിയില്ലേ? നമ്മൾ ആ ചെങ്ങായി അതിനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നതാണ്. ഓനതിനെ പറ്റി ഇനി പറയാനൊന്നുമില്ല, ബാക്കി പറയട്ടെ. ഇനി അൽ ഇജ്തിമാഉ ബി അഹ്ലി ത്വരീഖ്, അഹ്ലു ത്വരീഖിനോടൊപ്പം ചേരൽ, മശായിഖിനോടൊപ്പം ചേരൽ. അൽ ഇജ്തിമാഉ ബി അഹ്ലി ത്വരീഖ്, അഹ്ലു ത്വരീഖിനോടൊപ്പം ചേരുക. അതാ അഹ്ലു ത്വരീഖിനോടൊപ്പം ചേരുക എന്ന് പറഞ്ഞാൽ മശായിഖിനോടൊപ്പം ചേരൽ നിർബന്ധമാണ്. ആർക്ക്? ഒരുപാട് കിതാബുണ്ടാക്കിയാലും ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടെങ്കിലും ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉള്ള ആളാണെങ്കിലും അൽ ഇജ്തിമാഉ ബി അഹ്ലി ത്വരീഖ്, അഹ്ലു ത്വരീഖിനോടൊപ്പം കൂടണം, മശായിഖിനോടൊപ്പം കൂടണം. ബാക്കി കാരണം ഇവനിക്ക് കിട്ടിയ ഇൽമേതാ? കിതാബിൽ നിന്നുള്ളതാ, അഹ്ലി കിതാബ. അപ്പൊ ഇവൻ പറയുന്നത് നല്ലോണം മനസ്സിലാക്കണം കേട്ടോ. ഇവന് കിട്ടിയ ഇൽമേതാണ്? കിതാബിൽ നിന്ന് കിട്ടിയ ഇൽമാണ്, അഹ്ലി കിതാബാണ്. ഇനിയോ കിതാബിൽ നിന്ന് കിട്ടിയ ആ ഇൽമ അല്ലാത്ത ഇൽമുകാരോടൊപ്പം ചേരണം. അതാണ് അവൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. പറയട്ടെ, ഈ കിട്ടിയ ഇൽമ് നാഫിയാകണമെങ്കിൽ ആരോടൊപ്പം ചേരണം? അപ്പൊ മുസന്നിഫീങ്ങൾ എഴുതിണ്ടാക്കി ആ കിതാബിൽ നിന്ന് പഠിച്ചുണ്ടാക്കിയ ആ ഇൽമ് നാഫിയാകണമെങ്കിൽ ആരോടൊപ്പം ചേരണം? അതാ പറയുന്നത്. അതനുസരിച്ച് അമല് ചെയ്യുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ഒന്നുമല്ല, അതൊന്നുമല്ല. ഇനി ആരോടൊപ്പം ചേരണം? അതാ പറയുന്നത്.
അല്ലാഹുവിൽ നിന്ന് കസ്ഫിലൂടെ ഇൽഹാമിലൂടെ വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഹ്ലുള്ളയാകുന്ന മശായിഖിനോടൊപ്പം ചേരണം, എങ്കിലേ ആ ഇൽമു നാഫിയാവുകയുള്ളൂ. പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം കേട്ടോ, ഈ കുഞ്ഞൈമീന്റെ വിവരം മനസ്സിലാക്കണം. അഥവാ ഇവൻ പറയുന്നത് ഒരുപാട് പൂർവികരായ പണ്ഡിതന്മാർ സലഫുസാലിഹീങ്ങൾ എഴുതി വെച്ച കിതാബിൽ ഉള്ളത് പഠിച്ച് അതനുസരിച്ച് പണ്ഡിതന്മാരെ വാർത്തെടുത്തു, ഒരുപാട് പണ്ഡിതന്മാർക്ക് കിതാബ് ഓതി കൊടുത്തു, അങ്ങനെ കിതാബുകൾ രചിച്ചു. അങ്ങനെ നല്ലൊരു ആലിമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇൽമു നാഫിയാകണമെങ്കിൽ പിന്നെ ഇൽഹാമിലൂടെയോ അള്ളാഹുവിൽ നിന്നോ അറിയുന്ന പിന്നെ വിവരം കിട്ടുന്ന ഒരാളിൽ ചേരണം, എന്നെങ്കിലേ അയാളുടെ ഇൽമു നാഫിയാവുകയുള്ളൂ. അതല്ലാതെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കൽ കൊണ്ടൊന്നും അല്ല അയാളുടെ. നമ്മൾ സാധാരണ പറയൽ എന്താണ്, അവൻ്റെ ഇൽമു നാഫി അഴിക്കണി എന്നുള്ളതിനൊക്കെ എന്താ തെളിവ് നമ്മൾ പറയല്? അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുക, അവൻ്റെ ജീവിതത്തിൽ അതവൻ കൊണ്ടു നടക്കുക, അതാണല്ലോ വേണ്ടത്. ഏതൊരാളും പഠിക്കാൻ വേഗമുണ്ട്, പക്ഷേ പഠിച്ചതനുസരിച്ച് അവൻ്റെ പ്രവർത്തനത്തിൽ അവൻ കൊണ്ടുവരിക, അതാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ മുഴുവനും പറയാറുള്ളത്. ഇവൻ അങ്ങനല്ല, ഇൽഹാമിലൂടെ വിവരം ലഭിക്കുന്ന ഒരു വലിയനെ കണ്ടെത്തിക്കൊണ്ട് അയാളോടൊപ്പം കൂടണം, എന്നെങ്കിലേ നാഫിയാവുകയുള്ളൂ. ബാക്കി പറയട്ടെ. ഏതായാലും അതാ പറഞ്ഞത് അൽ ഇജ്തിമാഉ ബി അഹ്ലി ത്വരീഖ്, അഹ്ലു ത്വരീഖിനോടൊപ്പം ചേരൽ നിർബന്ധമാണ്. അതിന്റെ ബാക്കി കേട്ടില്ല ഞങ്ങള്? അൽ ഇജ്തിമാഉ ബി അഹ്ലി ത്വരീഖ്, അഹ്ലു ത്വരീഖിനോടൊപ്പം കൂടൽ നിർബന്ധമാണ്. എന്താ ഇവനീ പറയണെന്ന്? ഇവന് വല്ല പുടുത്തോണ്ടോ? ഈ പറയുന്ന ചങ്ങായിക്ക് വല്ല പുടുത്തോണ്ടോ? കുഞ്ഞേമ എനിക്ക് വല്ല വിവരമുണ്ടോ ഇതിനെ പറ്റി? കാണിച്ച് നോക്കിയിട്ടാണോ പറയണത്? മുസ്തഖീമായ വഴിയിലേക്ക് അവനം വഴി നടത്തുന്ന അഹ്ലു ത്വരീഖ്, അഹ്ലുള്ളയാകുന്ന മശായിഖിനോടൊപ്പം ചേരൽ നിർബന്ധാണ്. ആരാണ് ഈ അഹ്ലുള്ള? ആരാണ് എനിക്ക് ഈ അഹ്ലുള്ള? ആരാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എൻ്റെ അഹ്ലുള്ള ആരാണ്? അതൊന്ന് അറിയാൻ വല്ലാത്തൊരു താല്പര്യമുണ്ട്. ഏതായാലും കുറച്ചും കൂടി പറയട്ടെ, അതിന് ശേഷം ഓൻ്റെ ഇപ്പോഴത്തെ അഹ്ലുള്ള ആരാണ് എന്നുള്ളത് നമുക്കൊന്ന് പറയാം. ഇപ്പൊ പറയണ വാക്കെന്താ? ഇവിടൊക്കെ വന്ന് പ്രസംഗിച്ച എന്താ? ശരീഅത്ത് പൂർത്തിയായിട്ടല്ലേ തെരീക്കത്ത്. എത്രമാത്രം ഭീമാബദ്ധായി വിളിച്ചു പോകുന്നു. ഒന്നാര പൊട്ട, ഏറ്റവും വലിയ ഭീമാബദ്ധ വിളിച്ചു പോകുന്നത്. ശരീഅത്ത് പൂർത്തിയായിട്ട് തന്നെ ഓന് ത്വരീഖത്തിലേക്ക് കടക്കേണ്ടത്. ശരീഅത്ത് ഉണ്ടെങ്കിലല്ലേ ഓന് ത്വരീഖത്ത് ഉണ്ടാവുള്ളൂ. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഓനിക്ക് ആ വിവരം കിട്ടണ്ടേ, എന്നെങ്കിലല്ലേ ഓന് ത്വരീഖത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ മണ്ടി ചെന്ന് കാണാ പിന്നെ ത്വരീഖത്ത് കയറല. ആദ്യം ത്വരീഖത്ത് കയറല. ആദ്യം ഓന് ശരീഅത്ത് വേണം, ശരീഅത്ത് വേണം. ഓരോ കാര്യങ്ങളും ഓനെ മനസ്സിലാക്കാനുള്ള അറിവ് വേണം. ആ അറിവിലൂടെ ആയിരിക്കണോ ത്വരീഖത്തിലേക്ക് കടക്കേണ്ടത്. എന്താ ഒരു കഷ്ടം പഠിച്ചോനെ! ഏത് കുട്ടികൾക്കും അറിയുന്ന കാര്യമല്ലേ ഇത്? എടോ, ശരീഅത്താകണമെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ അഹ്ലുള്ളയാകുന്ന ആളുകളുമായി ബന്ധം വേണം. ചങ്ങായി, ഈ ശരീഅത്ത് പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ അഹ്ലുള്ളയാണ്. അവര് തന്നെ അഹ്ലുള്ളയാണ്. എൻ്റെ കോമാടന്റെ മാതിരിയല്ല അവരൊന്നും. അവര് തന്നെ അഹ്ലുള്ളയാണ്. ആ ശരീഅത്ത് പഠിപ്പിക്കുന്നവരും പഠിച്ചവരും അവര് തന്നെ അഹ്ലുള്ളയായിട്ടാ കൈകാര്യം ചെയ്യണത്. പിന്നെന്താ പേടി? നീ ഒരു ശരീഅത്തിലായി നീങ്ങുകയാണ് എന്നാണല്ലോ എന്റെ വാദം. ആ ശരീഅത്താകണമെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ ആളുകളുമായുള്ള ബന്ധം വേണം. അള്ളാന്റെ ആളിപ്പോ ആരാണെന്നിട്ട്? അള്ളാന്റെ ആൾ ആരാണെന്നുള്ള വിവരം എനിക്ക് തന്നിക്കണോ? അള്ളാഹ് എന്നോട് പറഞ്ഞോ അള്ളാന്റെ ആൾ ആരാന്നോന്ന് പറഞ്ഞ? അതില്ലെങ്കിൽ എന്ത് ശരീഅത്തടോ? എങ്ങനെ അത് ശരീഅത്താകുന്നത്? ഓക്കെ, ആയിക്കോട്ടെ, ശരീഅത്താകണില്ല. എന്നാ ആരാണ് അത് ആളെന്ന് പറയേ? അപ്പൊ വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോവുക. അവരുടെ വാദം ഉറപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പടുവിഡ്ഢിത്തങ്ങൾ വിളിച്ചു പോവുക.
ഞങ്ങളുടെ വാദം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എൻ്റെ വാദം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ വെറും പടുവിഡ്ഢിത്തങ്ങൾ വിളിച്ചു പോകുന്നത് എന്ന് കേൾക്കുന്ന ആളുകൾക്ക് മുഴുവനും മനസ്സിലാകുന്നുണ്ട്. കാരണം ശരീഅത്ത് കഴിഞ്ഞിട്ടാണോ ത്വരീഖത്ത്, ആദ്യം ത്വരീഖത്ത് ചെന്ന് ചേരലാണോ എന്നൊക്കെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ 2ാം ക്ലാസ് കൊണ്ടേ കൊടുത്ത് ഇരുത്തിയാണ്ട് പിന്നെ ഓനോട് ഖുർആൻ ഓതാൻ പറയണമെങ്കിൽ ആദ്യം അക്ഷരം അറിയണ്ടേ, ആദ്യം 1ാം ക്ലാസ് ചേർക്കണ്ടേ, 1ാം ക്ലാസ്സിൽ നിന്ന് അക്ഷരം പഠിക്കണ്ടേ, എന്നിട്ട് വേണ്ട 2ക്കെത്താനേ എങ്ങായേ. അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ പോരെ. എന്താ പറയുന്നത്? നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഏത് വഴിയിലുള്ളവരാകട്ടെ അവർക്ക് അള്ളാടെ പൊരുത്തം വേണോ? അതാണ് നേരത്തെ റാസി ഇമാം പറഞ്ഞത്. ഇല്ല ഇദഖ്തദാ ബിശൈഖിൻ, അതിഞ്ഞി പണ്ഡിതനാകട്ടെ, ഇനി ഒരു കച്ചവടക്കാരനാകട്ടെ, ഏത് വഴിയിലുള്ളവരാകട്ടെ അവരൊക്കെ ആരൊപ്പം കൂടണം? മശായിഖിനോടൊപ്പം കൂടണം. എങ്കിലേ ഓന്റെ ശരീഅത്താവുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പോഴല്ലേ ഇതായത്? അത് ഓരോരുത്തരെ തൗഫീഖ് പോലെ ഇരിക്കും. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇപ്പോഴേലും കിട്ടി. എൻ്റെ ഇപ്പോഴെങ്കിലും കിട്ടിയ അൽഹംദുലില്ലാ തൗഫീഖ് ഉണ്ടല്ലോ, ആ തൗഫീഖ് അന്നിൽ ഒതുങ്ങിക്കോട്ടെ. അത് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അത്രയും ദജ്ജാലി നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. കാരണം എന്താ അറിയോ, ഇവരിപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് എടുക്കാന്ന് പറയുന്നത്, അഥവാ ശരീഅത്തൊന്നും വേണ്ട ത്വരീഖത്തേക്ക് കയറി പോകാം എന്ന് പറയുന്നത് ശംസുൽ ഉലമ EK ഉസ്താദിൻ്റെ കാലഘട്ടത്തിൽ ശംസുൽ ഉലമ EK ഉസ്താദ് സുലൈമാൻ ബാവ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയൊരു കള്ളനുണ്ട് ഇപ്പോൾ. അതാണ് ഇവരെ ഏറ്റവും വലിയ ഷെയ്ഖ്. കോമാടൻ്റെയും കൂടി ഷെയ്ഖ് സുലൈമാൻ ബാവയാണ്. ആ സുലൈമാൻ ബാവനെ അന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടി ശംസുൽ ഉലമ പറഞ്ഞു. ശംസുൽ ഉലമ ആട്ടി ഓടിച്ചു. അങ്ങനെ ആട്ടി തല്ലാൻ വേണ്ടി കൊണ്ട് ആട്ടിത്തച്ചു. ആ ആട്ടിത്തച്ച സുലൈമാൻ ബാവയാണ് ഇവരുടെ ഷെയ്ഖ്. അപ്പോൾ ആ ചങ്ങായി ഇത് പഠിച്ചിട്ട് ശരീഅത്തൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ത്വരീഖത്തേക്ക് കയറിയാണ്ട് വലിയ ഷെയ്ഖായിട്ട് ഞാൻ പിന്നെ അള്ളാൻ്റെ ആളാണ്, അള്ളാഹു എനിക്ക് നേർക്ക് നേരം കണ്ട് തരികയാണ് ഇൽമ്, അള്ളാഹ് എന്നോട് കണ്ട് സംസാരിക്കുകയാണ്, അള്ളാഹ് എനിക്കും കണ്ട് ഇൽഹാമൊന്നല്ല, അള്ളാഹ് നേർക്ക് നേരെ സംസാരിക്കുകയാണ് ഈ ചങ്ങായിനോട് എന്നുള്ള വാദം സുബൂത്താക്കാൻ വേണ്ടിക്കൊണ്ട്, അയാളെ വലിയ ഔലിയാക്കാൻ വേണ്ടിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം ഇതൊക്കെയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്ത് ഈ പണ്ഡിതന്മാരെ മുഴുവനും ആക്ഷേപിക്കുന്നത്, കേരളക്കരയിൽ ദർസ് നടത്തുന്ന പണ്ഡിതന്മാരെയും അതുപോലെ മുഴുവൻ സലഫ് സാലിഹീങ്ങളായ ആളുകളെ മുഴുവനും ഇവൻ വിമർശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടറിയോ? ഈ സുലൈമാൻ ബാബയ്ക്ക് വേണ്ടിയിട്ടാണ്. സുലൈമാൻ ബാബയാണെങ്കിലോ ഒന്നും പഠിക്കാത്തൊരു ചങ്ങായി, ആ ചങ്ങായിനെയാണെങ്കിലോ ശംസുൽ ഉലമ ആട്ടി ഓടിച്ച ആളാണ്. അത് ഞാൻ എപ്പോഴും ഈ കേൾപ്പിക്കലുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇനി 2ാം വട്ടം അതൊന്നും ഇടുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വേണമെങ്കിൽ കേൾപ്പിക്കാം. ഏതായാലും അങ്ങനെ ആട്ടി ഓടിച്ച ആ സുലൈമാൻ ബാവയെ സുബൂത്താക്കാൻ വേണ്ടിക്കൊണ്ടും അതുപോലെ തന്നെ പിന്നെ കോമാടൻ അബ്ദുള്ള, ആ കോമാടൻ അബ്ദുള്ള തോനെ കിതാബ് ഓതിയിട്ടില്ല, കുറച്ച് ഓതിയിട്ടുള്ളൂ. അപ്പം അയാളെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ശരീഅത്തൊന്നും അല്ല വേണ്ടത്, ത്വരീഖത്തിലൂടെ കയറിപ്പോണം. ത്വരീഖത്തുണ്ടെങ്കിലേ ശരീഅത്തുണ്ടാവുള്ളൂ. ഭീമാ അബദ്ധം വിളിച്ചു പറയുകയാണ് ഈ കുഞ്ഞേമതിൻ്റെ ടീമും എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ശരീഅത്ത് ആദ്യം നമുക്ക് വേണം. ശരീഅത്തുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഓരോരുത്തരെ പഠിക്കണ്ടേ. നമ്മൾ ചെറുതാകുമ്പോൾ ആ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് നമ്മൾ ഓരോ വിഷയങ്ങൾ പഠിച്ചു വരണം. കുട്ടിയാകുന്ന സമയത്ത് അതിങ്ങനെ പഠിച്ചു വരണം. പഠിച്ചു വന്നിട്ടല്ലേ നമുക്കൊരു രംഗത്തേക്ക് കയറാൻ കഴിയുള്ളൂ. അത് ശരീഅത്തിലേക്ക് എത്തണമെങ്കിലും അത് ശരീഅത്തിലേക്കെത്തി, പിന്നെ ത്വരീഖത്തിലേക്കെത്തി, പിന്നെ അതിൻ്റെ ഹഖീഖത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ ശരീഅത്ത് ആദ്യം വിവരം കിട്ടണം. ആദ്യം ശരീഅത്ത് കിട്ടണം. ശരീഅത്തില്ലാതെ എന്തു ത്വരീഖത്ത്? പൊന്നാരെ കുഞ്ഞേമതേ.